കൊച്ചി വൈപ്പിൻ കാളമുക്കിൽ അനധികൃതമായി പ്രവർത്തിച്ച കടകൾ പൊളിച്ചു നീക്കുകയാണ്. ഹാർബർ വികസനത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത സ്ഥലത്താണ് അനധികൃതമായി കടകൾ നിർമ്മിച്ചത്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. സഹിൻ, എത്രത്തോളം കടകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ അവിടെ അനധികൃതമായി? ഈ പൊളിച്ചു നീക്കൽ നടപടി സുഗമമായി തന്നെ നടക്കുന്നുണ്ടോ, അതോ എന്തെങ്കിലും ചെറുത്തുനിൽപ്പുകളൊക്കെ ഉണ്ടോ? ലക്ഷ്മി, കാണുന്നതാണ് ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ സ്ഥലമാണ്. മാത്രമല്ല ഹാർബറിന് വേണ്ടി വികസനത്തിനായി എടുത്തു വെച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ സ്ഥലത്താണ് നിരവധി കടകൾ ഉണ്ടായിരുന്നത്. ഈ കടകൾ അനധികൃതമായി പണിത കടകളായിരുന്നു. ഈ കടകളെല്ലാം തന്നെ ഇപ്പോൾ ഈ ജിഡയുടെയും ഒപ്പം തന്നെ എളങ്കുന്നപ്പുഴ പഞ്ചായത്തിൻ്റെയും കൂടാതെ ഹാർബർ വികസന എഞ്ചിനീയറിംഗ് വിഭാഗവും എല്ലാം ചേർന്ന് പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിൽ തന്നെ ഇതിനെ കടുത്ത രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ചേച്ചിമാരൊക്കെ കിട്ടിയെന്ന് പറയാം, അത് തന്നെ പറയണ. ഇത് ഞങ്ങൾ ഇത് എവിടെ കൊണ്ട് വിൽക്കും സാറേ? ഇവിടെ നിന്ന് മാറ്റിയാൽ ഞങ്ങൾ എങ്ങനെ ജീവിച്ചു പോകും? ഇത് ഇത്തിരി മീനെടുത്തിട്ടാണ് ഈ വെയിലത്തിരുന്ന്, മഴയില്ല വെയിലും ഇല്ലാട്ടിരിക്കണേണ്. ഞങ്ങൾക്ക് 5 രൂപ കാശ് കിട്ടാൻ മാർഗമുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരിക്കോ? ഇത്ര പ്രായമായിട്ട് ഇങ്ങനെ വന്നിരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ല. നിങ്ങൾ പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പോകാം, പക്ഷെ ഞങ്ങൾക്ക് ചെലവിനെ തന്നെ 1000 രൂപ വെച്ച് ഡെയിലി തന്നെ. അപ്പം ഞങ്ങൾ മാറി നിൽക്കാം. അല്ലാണ്ട് ഇതുകൊണ്ട് എവിടെ നിൽക്കാനാണ്? ഒരു ദിവസം തരും, പിന്നെ തരും ആരെങ്കിലും. ആരോടെങ്കിലും കൈ നീട്ടിയാൽ 5 രൂപ കാശ് അന്ന് തരും, പിന്നെ ഇതും കൂടി ഇല്ലാണ്ട് ഒരു കൊട വെച്ചിട്ടാണ്. മാർക്കറ്റില്ല സാറേ, ഇത്രയും മത്സ്യത്തൊഴിലാളികൾ ഒരു മാർക്കറ്റില്ല. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തെരുവിലിരുന്ന് മഴയും വെയിലും ഒക്കെ കൊണ്ട് ഒരു മാർക്കറ്റില്ല. തട്ടൊന്നല്ല, അറിയാമോ? ഇപ്പൊ സർക്കാരും ഇത് വന്ന് പൊളിക്കുന്നുണ്ടല്ലോ, ഒരു മുന്നറിയിപ്പിലാണ്. ഈ ഗോശ്രീ ജംഗ്ഷൻ എല്ലായിടത്തും ഉണ്ട് വികസനവും കാര്യങ്ങളെല്ലാണ്ട്. ഒരു ലൈറ്റ് ഇവിടെ ഇല്ല, ഒരു മാർക്കറ്റ് നല്ല രീതിയിലില്ല. ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു 8-9 മണി കഴിഞ്ഞ് ഇവിടെ നടക്കാൻ പറ്റൂല. ഇതൊന്നും സർക്കാരിന് കൽപ്പിലൊന്നും പെട്ടിട്ടില്ല. ഈ ഉപജീവന മാർഗം സാധാരണക്കാരൻ നെഞ്ചത്ത് കയറാൻ സർക്കാർ പഠിച്ച് അതിനുള്ള പോകുമ്പോഴും ഇവിടെ ഞങ്ങൾ കിട്ടണം. ഞങ്ങൾ 4 ബോക്സ് കംപ്ലീറ്റ് ഞങ്ങളോട് ഇവിടെ നിന്ന് എടുത്തു മാറ്റണം. ഞങ്ങൾ എവിടെ പോകും? ഒരു നോട്ടീസ് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഷെഡ് കെട്ടിയായിരിക്കും നോട്ടീസ് കൊടുത്ത്, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളോട് ഇവിടുന്ന് മാറാൻ പറയുമ്പോൾ ഞങ്ങൾ എവിടെ പോകും? ഒരു മുന്നറിയിപ്പിലാണ് ഈ മീനുകൾ മുഴുവൻ ഞങ്ങൾ എടുത്തേക്കണത്. അപ്പൊ ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഞങ്ങൾ ഇവിടെ നനങ്ങൂല. ഏത് സർക്കാർ വന്നാൽ ഞങ്ങൾ ഇവിടെ നനങ്ങണ പ്രശ്നമില്ല. ഇപ്പൊ കാലെടുക്കാൻ വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടെ കച്ചവടം കാണണം. അതറിയാമോ? കുഞ്ഞു കച്ചവടക്കാരാണ് 2 ബോക്സ് മീനൊക്കെ എടുത്തിട്ട് 1 ബോക്സ് മീനൊക്കെ എടുത്തിട്ട് വലിച്ചിലാണ് ഉള്ള മീൻ പോകാനായിട്ട്. ആ ടൈമിനാണ് ഈ കാണിച്ചു വിടണൊക്കെ ഇവര്. ഇവിടെ വെച്ചാൽ നമ്മ ജീവിക്കണം. വലിയ കുത്തക മുതലാളിമാർ ഈ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് വലിയ കടകൾ പണിഞ്ഞേക്കാണ്. ഈ സാധാരണക്കാരനെ ഓട്ടിക്കണ ഇവിടെ, മനസ്സിലായ? ഇവിടെ ഒരു ഗവൺമെന്റ് അത് തന്നെയാണ് ലക്ഷ്മി. എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അവർ പറയുന്നത് അവരെ ഇവിടെ നിന്ന് മാറ്റുമ്പോൾ പകരം ഒരു സംവിധാനം അവർക്ക് ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ആക്ഷേപം എന്നുള്ളത്. എന്തായാലും ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടോ? ഇതെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ആളുകളൊക്കെ മാറ്റുന്നത്? അതിപ്പോൾ അതിൻ്റെ പറ്റക്കാണുന്നത് ഹാർബറാണല്ലോ. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഹാർബറിലേക്കുള്ള വഴി തെളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടക്കുന്നതാണോ? അത് ഇവിടെയുള്ള കച്ചവടക്കാരല്ലേ. യഥാർത്ഥ മത്സ്യത്തൊഴിലാളികൾ ഹാർബറിലേക്കുള്ള വഴി തെളിക്കുന്നതിനോട് ബന്ധപ്പെട്ട് 1,58 ലക്ഷം രൂപക്ക് സർക്കാർ സ്ഥലം എടുത്തിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനിവിടെ ചെറിയ തട്ടുകൾ അവർ അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങളായിരുന്നു. കോടതിയിൽ ഉത്തരവ് 15-ാം തീയതി വന്നാണ് വിളിച്ചു മാറ്റി. ഹാർബറിലേക്ക് പോകാൻ വഴിയില്ലായിരുന്നു. അതിൻ്റെ വഴിയാണ് തെളിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ലക്ഷ്മി ഇദ്ദേഹം പറയുന്നത്. അതായത് മാർക്കറ്റിലേക്ക് പോകാനുള്ള ഒരു വഴി തെളിക്കുകയാണ്. അതിന് തടസ്സം നിന്ന ആളുകളെയാണ് ഇവിടെ നിന്ന് ഒഴിച്ചു മാറ്റുന്നത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അവിടെ കച്ചവടക്കാർ പറയുന്നത് തങ്ങളെല്ലാം ചെറിയ 2-3 ബോക്സ് മീൻ മാത്രം എടുത്ത് കച്ചവടം നടത്തുന്ന ആളുകളാണ്. തങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റൊരിടമില്ല പോകാൻ എന്നുള്ളതാണ് അവരുടെയും പരാതി. എന്തായാലും പോലീസിൻ്റെ സഹായത്തോടുകൂടി കാര്യമായി തന്നെ ഒഴിപ്പിക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കടകൾ ഇതിനോടകം തന്നെ പൊളിച്ചു മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ശേഷിക്കുന്നത് ഇവിടെ നിന്നും മത്സ്യത്തൊഴിലാളികൾ ഒപ്പം തന്നെ കച്ചവടക്കാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഇവിടെ നിന്നും അവരുടെ ഈ മത്സ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും ഒരിടത്ത് കൊണ്ട് വിൽപ്പന നടത്താനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും ഒരു ഭാഗത്ത് പോലീസ് ശക്തമായി തന്നെ ഇതിനെ തടയുന്നുണ്ട്. പ്രതിഷേധക്കാരെ മാറ്റുന്നതിന് വേണ്ടി ശക്തമായ പോലീസ് കാവൽ പല ഭാഗങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട്
ഏതായാലും കാര്യമായി അവരുടെ എതിർപ്പ് പ്രതികരണങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അതിസാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ ഇങ്ങനെ ചെറിയ കച്ചവടമൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നത്. അവരെ അവിടെ നിന്ന് മാറ്റുമ്പോൾ ഒരു അറിയിപ്പ്, ഒരു ചർച്ച, അതൊക്കെ ഒരു മര്യാദയുടെ ഭാഗമാണ്. എവിടേക്ക് വേണോ വഴി തെളിക്കട്ടെ, എന്ത് വികസനം വേണമോ കൊണ്ടുവന്നോട്ടെ. പക്ഷേ സാധാരണക്കാരായ മനുഷ്യരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉറപ്പായും ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.